പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ബുദ്ധിയിലെ, എൻ്റെ ചിന്തയിലെ, എൻ്റെ വിചാരങ്ങളിലെ എല്ലാം കർത്താവ് നിറയട്ടെ, എല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഏലിയായെ പോലെ ഇടിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. പിന്നെയും കുരിശ് കാണുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറയാമെന്നറിയാവോ? എന്തെങ്കിലും ഉടമ്പടിയിൽ കർത്താവുമായിട്ട് ഉടമ്പടി ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും, ഇപ്പം നിങ്ങൾ IELTS തന്നെ നിങ്ങൾ ഉടമ്പടി എടുത്തെന്ന് വിചാരിച്ചോ, 10 IELTS തോറ്റ ആൾക്കാർ ഇന്നലെ ഉടമ്പടി എടുത്തിട്ട്, കഴിഞ്ഞ ദിവസം ഉടമ്പടി എടുത്തിട്ട് അവസാനത്തെ IELTS അവർ പാസ്സായി. അവർക്ക് തന്നെ അപ്പം തന്നെ ജോലി സെറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ഇരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോഴാണ് ഉടമ്പടി ആക്ടിവേറ്റ് ആകണത്. ചാർജ് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? അത് ആക്ടിവേറ്റ് ആകണ്ടേ അല്ലേ? മൊബൈൽ ചാർജ് ചെയ്യണ ഒരു ഫംഗ്ഷനാണ്, അതേസമയം തന്നെ അത് ചാർജ് ആക്ടിവേറ്റ് ആക്കണത് വേറൊരു ഫംഗ്ഷനാണ്. ഉടമ്പടി എടുക്കണതൊരു വിഷയമാണ്, പക്ഷേ ഉടമ്പടി ചാർജ് ചെയ്യണത് വേറൊരു വിഷയമാണ്. എപ്പോഴും ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ബോധപൂർവമായിട്ട് പാലിച്ച് സുവിശേഷത്തിന് സാക്ഷിയാകുമ്പോഴാണ് ഉടമ്പടി ചാർജ് ആകണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയെപ്പോലെ അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് ഉടമ്പടിയെ ചാർജ് ചെയ്യിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഇപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മളൊരു കക്ഷി, ഉടമ്പടിയല്ലേ, ഉടമ്പടി നമ്മളൊരു കക്ഷി, പിന്നെ ആരാണ്? ഈശോ ഒരു കക്ഷിയാണ്. മറിയം കക്ഷിയല്ല ഇതിൻ്റെ അകത്ത്. മറിയം ആരാണ്? ഈ നിങ്ങൾ ഈശോയുമായി ചെയ്ത ഉടമ്പടിയുടെ സാക്ഷിയാണ് മറിയം. പിന്നെ ആരാണ്? മധ്യസ്ഥയാണ്. ഈ മാധ്യസ്ഥം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ മറിയം മാധ്യസ്ഥം എന്ന് പറഞ്ഞാൽ ജനറൽ മാധ്യസ്ഥമുണ്ട്, പർട്ടിക്കുലർ മാധ്യസ്ഥമുണ്ട്, വിശിഷ്യ മാധ്യസ്ഥം, ഈ പർട്ടിക്കുലർ മാധ്യസ്ഥം എന്ന് പറയുന്നതാണ് ഉടമ്പടിയിൽ നിങ്ങൾ പ്രയോഗിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയത്തിൻ്റെ മാതൃക മാക്സിമം അനുഷ്ഠിക്കുന്നതാണ് പർട്ടിക്കുലർ മാധ്യസ്ഥത്തിൻ്റെ വിഷയം. മനസ്സിലായി? യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ബസ് നമ്മുടെ ബസ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം പേഴ്സണൽ റിലേഷനാണ്. മരിയൻ മാധ്യസ്ഥം നമുക്ക് ലഭിക്കുന്നത് മരിയൻ മാതൃകയിലൂടെയാണ്. എഫിക്കസി ഓഫ് മീഡിയേഷൻ, മരിയൻ മീഡിയേഷൻ. ദിസ് ഈസ് മൈ സബ്ജക്റ്റ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ മരിയൻ മാധ്യസ്ഥത്തിൻ്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് മരിയൻ മാതൃക അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. മരിയൻ മാതൃക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സഹന സാഹചര്യങ്ങളോടുള്ള സുവിശേഷവിഹിതമായ സംയമനമാണ് മരിയൻ മാതൃക. അതാണ് മറിയത്തിൻ്റെ മൗനം. അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ വിഷയം അല്ലേ? അമ്മയും മകനും സംസാരിക്കണില്ലെന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് 5ാം സ്ഥലത്തേക്ക് നമ്മൾ പോകും. ഇതിങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കണം. അമ്മയും മകനും സംസാരിക്കുന്നില്ല, ഓക്കെ, നമുക്ക് 5ാം സ്ഥലത്തേക്ക് പോകാം. ഇതുപോലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ആഭാസത്തരായി പോകും. അപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, ഞാൻ കുരിശിന് വഴിക്കെതിരല്ല, പക്ഷേ ആചാരം അനുഷ്ഠിക്കുമ്പോൾ അതിനർത്ഥം അറിയണം, അല്ലെങ്കിൽ അത് അനാചാരമായി പോകും. അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴി എല്ലാവർക്കും അനുഭവിക്കാത്ത പറ്റുന്നതിൻ്റെ കാരണം അതാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ക്രിസ്ത്യമായ എല്ലാ ആചാരങ്ങൾക്കും അതിൻ്റെ ആഴമായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ അനുവർത്തിക്കുമ്പോൾ അറിയുമ്പോഴാണ് അതിൻ്റെ അർത്ഥവത്തായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് അഭിഷേകം കിട്ടുന്നത്. മറിയത്തിൻ്റെ മൗനം. പിന്നെന്താണ്? യേശുവിനെ കാണാതെ പോണ സമയത്തും അമ്മ കുരിശ് കാണും. അമ്മ കണ്ട കുരിശാണ് നമ്മുടെ പ്രശ്നം, യേശു കണ്ട കുരിശല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? അമ്മ കണ്ട കുരിശിൻ്റെ വഴി എന്താണത്? യേശുവിനെ കാണാതെ പോയിട്ട് 2 ദിവസത്തെ വഴി പിന്നിട്ടിട്ട് പിന്നെയും കാണാതെ പോയത് അറിഞ്ഞിട്ട് ചങ്കലച്ചുകൊണ്ട് വീണ്ടും വേർത്തൊലിച്ച് തെണ്ടിത്തിരിഞ്ഞ് അവിടെ എത്തിക്കുമ്പോൾ യേശു പറയുന്ന വാക്കാണ് 3ാമത്തെ കുരിശ്, മറിയം കണ്ട കുരിശ്. എന്താണ്? എന്താണ് എന്നെ അന്വേഷിച്ചത്? അതാണ് വിഷയം. പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേഗപ്രദനായിരിക്കേണ്ടത്. അതിന് അമ്മ സംസാരിച്ചോ? നീ പറഞ്ഞ ഇങ്ങനെ ശരിയായോ? നിൻ്റെ അപ്പനൊരു ഉളിയും കൊട്ടൊടിയും എടുത്ത് പണി ചെയ്യുന്ന ആളാണ്. അയാളുണ്ടാക്കിയ കാശ് ഞാൻ ഇട്ടുകൂട്ടിയാണ് നമ്മൾ ഇത്രയും നാൾ പൈസ വെച്ച് കൂശിട്ട് കൂട്ടിയാണ് ഈ പെരുന്നാളിന് വന്നത്. നിനക്കൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ ഇവിടെ നിൽക്കുകയാണെന്ന്. ഞങ്ങളിവിടെ നിന്നേനമല്ലോ.
ഇപ്പം ഞങ്ങൾ നിൻ്റെ അപ്പനും എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞ് യേശുവിനെ അതിന് മറിയം സംസാരിക്കത്തില്ല. അതാണ് വിഷയം. യേശു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറിയം സംസാരിക്കണില്ല. മറിയം ആദ്യമാണ് സംസാരിക്കണത്. നിൻ്റെ അപ്പൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. പക്ഷെ അത് കഴിഞ്ഞാണ് യേശു സംസാരിക്കണത്. മറിയത്തിന് വേണമെങ്കിൽ 2 നീക്ക് സംസാരിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. പക്ഷെ മറിയം സംസാരിക്കത്തില്ല. വീട്ടിൽ പോയി മറിയമെല്ലാം 2:42 എന്താ പറയണത്? മറിയം അപ്പൻ്റെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ കുരിശാണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അത് കുരിശാണ്. അപ്പൻ്റെ മനസ്സനുസരിച്ച് കൊണ്ട് പാപത്തിന് പരിഹാരമായിട്ട് ദൈവം മനുഷ്യപ്രകൃതിയിൽ വന്നിട്ട് മനുഷ്യപ്രകൃതിയിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്നത് എന്താണ്? കുരിശാണ്. കുരിശിനെക്കുറിച്ചാണ് കർത്താവ് പറയണത്. മറിയം കണ്ട 3ാമത്തെ കുരിശ് അതാണ്. അതപ്പോഴ് വചനം എന്താ പറയണത്? ഈ കുരിശ് കണ്ടു അപ്പൻ്റെ കാര്യത്തിൽ, ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുരിശിൽ മരിക്കേണ്ടവനല്ലേ അമ്മേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കുരിശിൽ മരിക്കേണ്ടവനല്ലേ അമ്മേ, പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ അമ്മയെന്ന് പറയുമ്പോഴേ മറിയം അവിടെ വെച്ച് മൗനമാകും. എന്താ മൗനമാകണത്? അവൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുമെന്ന്. ഇതാണ് വിഷയം. എല്ലാ കുരിശുകളും, ജീവിതത്തിലെല്ലാ നഷ്ടങ്ങളും, എല്ലാ കഷ്ടങ്ങളും മറിയത്തിന് മൗനം പാലിക്കാനുള്ള പെരുമാറ്റ ശൈലി മറിയൻ ആധ്യാത്മികതയുടെ അന്തർധാരയായിട്ട് അഭിഷേകം ചെയ്യപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉടമ്പടിയുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന വേറെ നിങ്ങളറിയാത്ത ഒരു ആഹാരമുണ്ട്. ഉടമ്പടിയിൽ നിങ്ങൾ എഴുതാത്ത ഒരു അനുഗ്രഹമുണ്ട്. എപ്പോഴും കർത്താവ് ഇടയ്ക്ക് പറയാറുണ്ടോ, നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ടെന്ന് പറയത്തില്ലേ? അതുപോലെ നിങ്ങൾ എഴുതാത്തൊരു അനുഗ്രഹമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തീകരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ. അതായത് നിങ്ങളെ ദൈവം ഒരു വ്യക്തിക്ക് അവന് അഭിഷേകമായി അവൻ്റെ കൂടെ ആയെന്ന് നമ്മൾ അറിയണത് എങ്ങനെയാണ്? ആ വ്യക്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ മാത്രമല്ല, ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ്. പറഞ്ഞ മനസ്സിലായ? ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോഴേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെടുത്തിയൊരു സാക്ഷ്യം പറഞ്ഞു. അവരുടെ 21 വയസ്സായ മകൻ മരിച്ചു വാഹനാപകടത്തിൽ. ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. 21 വയസ്സായ മകൻ വാഹനാപകടത്തിൽ മരിച്ചു. അവന് ഭയങ്കരമായ പ്രയാസങ്ങൾ ആ ചേച്ചിക്കുണ്ടായി. അറിയാമല്ലോ, ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരേ ഒരു മകൻ 21ാമത്തെ വയസ്സിൽ മരിച്ചാലുണ്ടാകുന്ന അമ്മയുടെ ആഘാതം എന്ന് പറയണത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കണ മാതാവിൻ്റെ ആഘാതം പോലുള്ള ആഘാതമാണ്. ഇവരങ്ങനെ. പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരോട് ആരോ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ യൂട്യൂബിൽ ആ സാക്ഷ്യം കിടപ്പുണ്ട്. അപ്പോൾ ആ മനസ്സ് തകർന്ന അവർ വന്ന് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഇവർ പറയാത്ത ഒരു കാര്യം അമ്മ പറഞ്ഞു. ഉടമ്പടി എടുത്തത് അവരുടെ ആ തകർച്ചയിൽ നിന്ന് അവരൊത്തൊരു മനസ്സിനൊരു മോചനം കിട്ടാൻ വേണ്ടിയാണ് ഒരു ഉടമ്പടി എടുത്തത്. പക്ഷെ ഉടമ്പടി എടുത്ത് അവർ ഇവിടെ വന്ന് അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ പറഞ്ഞ്, നീ ഇനിയും പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് 53 വയസ്സുണ്ട് ഇപ്പോഴേ, ഞാനിനി പ്രസവിച്ച 54 വയസ്സിലല്ലേ, ഞാനിപ്പോൾ 53 വയസ്സിൽ പ്രഗ്നൻ്റ് ആയാൽ ഞാൻ 54 വയസ്സിലല്ലേ പ്രസവിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് അറൗണ്ട് 55 വയസ്സ്. അപ്പോഴെന്നാലും അമ്മ പറഞ്ഞത് ഇവൾ മനസ്സിൽ സൂക്ഷിച്ച്, അത് കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞ പോലെ അതുപോലെ പറഞ്ഞ് അവൾ പോയി. ആ ആഴ്ച അവരൊരു പ്രഗ്നൻ്റായി. അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്ത് പരിപാടിയാണ്, ഈ 53 വയസ്സിലൊക്കെ പ്രഗ്നൻ്റായി കഴിഞ്ഞാൽ 55 വയസ്സൊക്കെ പിള്ളേരെ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പിള്ളേർക്ക് രോഗമുണ്ടാകും. ആ രോഗമല്ല, ഈ ബുദ്ധിമാന്ദ്യം ഉണ്ടാകും, ഓട്ടിസം ഉണ്ടാകും, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടാകും. ഇത് ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന് പറയുമ്പോൾ പറഞ്ഞ് കളയത്തില്ല, ഇത് അമ്മ തന്നതാണെന്ന് പറയും. കളയത്തില്ല, അമ്മ തന്നതാണ്. അമ്മ എന്താണ് തന്നത് ഞാൻ വാങ്ങിക്കുമെന്ന് പറയും. അവർ പ്രഗ്നൻ്റായ കൊച്ച് ജനിച്ച് ഒരു ആൺകുട്ടി, സുന്ദരനായ കുട്ടി. അവിടെ എല്ലാ വിഷമതകളും പോകുന്ന രീതിയിൽ കർത്താവ് അമ്മ അവളെ അഭിഷേകം ചെയ്ത്. അത് പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് അത് ഉടമ്പടിയുടെ മാത്രം. എനിക്ക് ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഇത്രയും വലിയ ഇങ്ങനെയുള്ള രീതിയിലുള്ള മിറക്കൾ, വിചിത്രമായ മിറക്കൾ വരണത്. പണ്ട് ഞാൻ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇതുപോലെയൊക്കെ മിറക്കൾ സംഭവിക്കുന്നതിൽ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളില്ല. ഇപ്പോൾ ഉടമ്പടി ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് ശരിക്കും.
അതായത് ഒരു വാതിലും അടഞ്ഞിട്ടില്ല, ഒരു വഴിയും അടഞ്ഞിട്ടില്ല, ആർക്കും നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല, ഒന്നിലും നീ തകരത്തില്ല. കാര്യം അമ്മ നിന്റെ കൂടെയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. കാര്യം അമ്മയാണ് നിൻ്റെ മധ്യസ്ഥ, അമ്മയാണ് ഉടമ്പടിയുടെ നിൻ്റെ മാതൃക. നീ അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും കുറിച്ചൊക്കെ കണ്ടാലും നിങ്ങൾ പതറരുത്. അയ്യോ ഞാൻ ഉടമ്പടി എടുത്താണല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ പതറരുത്. പറിച്ച് അവിടെ ഉറച്ച് നിൽക്കണം. ഉറച്ച് നിൽക്കുമ്പോഴെന്താ സംഭവിച്ചാൽ ദൈവം ഇതുകൊണ്ട് ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഏത് വിധേനയും നിന്നെ ഹെൽപ്പ് ചെയ്യാമല്ലോ. ഇപ്പം ജപ്തി നടപടി, ഞാൻ എൻ്റെ ഈ പേപ്പർ ജപ്തി നടപടി പേപ്പർ കൊണ്ടുവരുമ്പോൾ ഞാൻ ചുമ്മാ എന്ന് ചോദിക്കും, വല്ല സ്ഥലവും വിൽക്കാനുണ്ടോ, വല്ലതും പൈസ തരാനുണ്ടോ? എൻ്റെ അച്ഛാ കാലണ തരാനില്ല. അപ്പോഴും ഞാൻ പറയും സാരമില്ല, നമ്മളിത് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്. കാര്യം ഞാൻ കുറേ ജപ്തി നടപടി കണ്ടിട്ടുള്ളതാണ്, നമ്മൾ എങ്ങനെയാണ് ഇത് മാറ്റണമെന്ന് നോക്കിയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ വന്ന് നിൽക്കുന്നതിന് വരെ മുട്ടേ നിൽക്കും. മുട്ട നിന്ന് ആ ജപ്തി നടപടി അമ്മയ്ക്ക് ഏൽപ്പിക്കും. എന്നിട്ട് പറയും ഒരു കാശുരയും കൊടുത്ത് വിടും. എന്താ കാര്യം, അമ്മ കൂടെ ഉണ്ടാവും. ഇനി ഈ സാധനം വിറ്റുപോയാലും അമ്മയുടെ റിസ്ക്കാണ് നിനക്ക് പുതിയ വീടും സ്ഥലവും തരേണ്ടത്. അപ്പോൾ നീ അത് ഫോളോ ചെയ്ത് പോകണം. അത് ഫസ്റ്റ് ഫേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈടർ ഉണ്ടായി മൈൻഡ് ചെയ്യരുത്. നീ ഇങ്ങനെ പല ഈടറുകയും മാതാവ് കണ്ടതല്ലേ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അമ്മയും മകനും സംസാരിക്കാത്ത മറിയത്തിൻ്റെ മൗനം എത്രയോ ഭാഗമായിട്ട് എത്രയോ കാലം അവർ കുരിശിനെ കണ്ടതാണ്. പക്ഷെ അവർ പതറത്തില്ല, അവർ മുന്നോട്ട് തന്നെ പോകും. അതുപോലെ നിങ്ങളും വിശ്വാസത്തിൽ ഉടമ്പടിയുടെ ബലത്തിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കത്തില്ല. പക്ഷേ എന്താ കാര്യം എന്താ വെച്ചാൽ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് തന്നതാണ്. പ്രാർത്ഥിച്ചപ്പോൾ തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോയി, അതാണ് സത്യം. എന്ന് വെച്ചാൽ ഈശോ എന്താ പറഞ്ഞത്? അത്താഴ വരുന്നില്ലേ എന്താ ഈശോ പറയണത്? അതായത് മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാനിനി പാനം ചെയ്യുകയില്ല. എന്താ കാര്യം? എൻ്റെ പിതാവിൻ്റെ മേശയിൽ നവമായി പാനം ചെയ്യുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മുന്തിരിയുടെ ഫലം എന്നറിയാമല്ലോ, വീഞ്ഞാണ്. അത് ഫിസിക്കൽ. നമുക്ക് കനായിലെ കല്യാണത്തിൽ എന്താ സംഭവിക്കണത്? വെള്ളം വീഞ്ഞായി മാറുകയാണ്. ഫിസിക്കൽ ഫേവേഴ്സാണ് മുന്തിരിയുടെ ഫലം എന്ന് പറയുന്നത്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, കാഷം കൈൻഡായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഫിസിക്കൽ ഫേവേഴ്സ്, അതിനെ നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഈ കൊടുത്ത പോയിൻറ്റ് കർത്താവുമായിട്ട് ഇടപെടുമ്പോൾ എല്ലാം ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിരിക്കരുത്. അല്ലാതെ എൻ്റെ അലപ്പിൽ വിളയുന്ന വിളക്കും ഉരക്കണ പോലെ സാത്താമേന പോലെ അല്ല ദൈവിക നടപടികൾ. നിങ്ങൾ ഈശോ ഉദാഹരണത്തിന് നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് ഈശോ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? എപ്പോഴാണ് പറഞ്ഞത്? ഈ സമരിയക്കാരിയുമായിട്ട് ഈശോ സംസാരിച്ചില്ലേ? സമരിയക്കാരിയുമായിട്ട് ഈശോ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാർ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കടയിൽ പോയിട്ട് ഉച്ചക്ക് വരുന്ന സമയത്ത് ഇവർ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സ്ത്രീയോട് സംസാരിക്കുമ്പോൾ 10 ദിവസം ചോദിക്കും, ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയും അല്ലേ? ഗുരു ഭക്ഷണം കഴിച്ചാൽ. അപ്പോൾ ഈശോ എന്താ പറയണത്? നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അത് 4:37 അത് അതിമനോഹരമായിട്ട് 4:32 യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് 4:32 നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയും. അപ്പോൾ യേശുക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായ? നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത ഒരു ഭക്ഷണം ഉണ്ടാകും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലേ? ഇത് ദൈവവചനമാണ്. അതായത് ഈശോയ്ക്ക് 4:32 നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത ഒരു ഭക്ഷണം ഉണ്ടാകും. അതെന്തായിരിക്കും? അത് 4:34 അത് യോഹന്നാൻ്റെ 4:34 യോഹന്നാൻ 4:34 എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്.
എന്ന് പറഞ്ഞ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത, ഇപ്പം നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പം ജപ്തി നടപടിക്ക് വേണ്ടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ വീട് ജപ്തി ചെയ്ത് പോയി. പക്ഷേ ഇവിടെ ജപ്തി ചെയ്ത് നിങ്ങളും ഭാര്യയും കുഞ്ഞുങ്ങളും ഇറങ്ങി, കണ്ണീരോടെ ഇറങ്ങിയെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ ചാപ്റ്റർ ക്ലോസ് ആകത്തില്ല. ഒന്നിറങ്ങിയ നേരം വിളിക്കുമോ? എൻ്റെ അടുത്ത് വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒന്നുമില്ല അച്ഛാ, ഉപ്പ് ചിരട്ടേ ഉള്ളെന്ന്. എന്താ കാര്യം? എനിക്ക് ഒന്നും തരാതെയാണ് ഞങ്ങളെ ഇറക്കി വിട്ടതെന്ന്. കാരണം അമ്മായിയമ്മയും മരുമകളും കൂടി കൊടിയ യുദ്ധം. അപ്പോൾ അമ്മായിയമ്മ അവിടെ വന്ന കാലത്ത് വെള്ളക്കുഴിയൊക്കെ ഇരുന്ന് അവർ മണ്ണ് ചുവന്നൊക്കെയാണ് ആ സാധനം നിവർത്തിയെടുത്ത് അവിടെ വീടൊക്കെ വെച്ചപ്പോൾ അവിടെ അസ്ഥി കണ്ടിച്ചു പോയി. അപ്പം മരുമകൾ അവർക്കിതൊന്നും അറിയത്തില്ലല്ലോ. അവർ അമ്മായിയമ്മ അവരിത്രയും കഷ്ടപ്പെട്ട വേർപ്പ ചിന്ത കാരണം ഇവളുടെ ഒരു കാര്യവും അംഗീകരിക്കത്തില്ല. മര്യാദ കടങ്ങി ഒതുക്കി ഞാൻ ഉണ്ടാക്കി അനുഭവിച്ചൂടെ കിടന്നാൽ മതി എന്നുള്ള നിലപാടാണത്. അങ്ങനെ നിങ്ങൾ നിലപാടൊന്നും എടുക്കരുത് കേട്ടാ. ദൈവത്തെ നിരക്കാത്ത ഒരു നിലപാട് ഉടമ്പടിക്കാലത്ത് എടുക്കരുത്. എന്നാൽ അത് കഴിഞ്ഞ് എടുക്കാവുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു മരിയൻ സമീപനമാണ് അവിടെ വേണ്ടത്. ഇവിടെ നമ്മൾ യുദ്ധമായി, പക്ഷേ ഇനി യുദ്ധമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യുദ്ധം വന്നു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇറങ്ങാതെ പറ്റത്തില്ല. കാര്യം ഒരിക്കലും ഒരു കുടുംബക്കലഹം ഒരു വാശിയിലേക്ക് കൊണ്ടുവരുന്ന വെക്കരുത്. വാശിയായ പിന്നെ ഞാനോ നീയോ എന്നുള്ള വിഷയം വരും. അത് പിന്നെ ലോകാരൂപി വന്നിട്ട് ദുഷ്ടാരൂപിയിലേക്ക് പ്രവേശിക്കും. അത് ഇപ്പോൾ ലോകാരൂപിയാണ് തുടങ്ങണമെങ്കിലും അത് പിന്നീട് ദുഷ്ടാരൂപിയായി പോകും. അങ്ങനെ വരുമ്പോൾ കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളന് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയും. അങ്ങനെയാണ് വിവാഹമോചനങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകണത്. ഇത് കഥയൊന്നുമില്ല. പക്ഷെ മറിയത്തെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് തൻ്റെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. വിട്ടുകളയാൻ പറയലേ, പല കാര്യങ്ങളും നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലോകാരൂപിയെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വിട്ടുകളഞ്ഞേക്കണം. മനസ്സിലായില്ലേ? ലോകാരൂപിയെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ജയിക്കട്ടെ, ഞാൻ തോക്കട്ടെ, കർത്താവ് എന്നെ തോൽപ്പിച്ചാലേ ഞാൻ തോക്കത്തുള്ളൂ എന്നുള്ള ബോധം ഒരു വിശ്വാസിക്കുണ്ടാകണം. അല്ലാതെ അമ്മായിയമ്മ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും, മരുമകൾ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും എന്ന് പറയരുത്. അയൽവാസിയെ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ പാരവെപ്പുകാരും തോൽപ്പിച്ചാൽ തോക്കുമെന്ന് പറയരുത്. കർത്താവ് തോൽപ്പിച്ചാലേ ഞാൻ തോക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ വിനയത്തോട് നിൽക്കണം. ഇപ്പം ജപ്തി നടപടി വന്നൊരു കേസാണ് ഞാൻ പറയണത്. നീ വിനയത്തോടെ നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞ് നീ വിനയത്തോടെ നിൽക്കൂ. നീ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാനൊരു കാശുരൂപം വെഞ്ചരിച്ച് കൊടുത്തു. എന്തിനാണ്? കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും. കർത്താവിനെ അറിയാത്ത ആഹാരമൊക്കെ ഉണ്ടല്ലോ, നമ്മളറിയാത്ത വഴിയുണ്ടല്ലോ. നിങ്ങളറിയാത്ത ആഹാരമില്ലേ? അതിപ്പോഴും ഓർത്തേക്കണം നിങ്ങൾ. നമ്മളറിയാവുന്ന ആഹാരമല്ല, നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ഈ 4:34 അറിയാത്ത ആഹാരം. അതെന്താണ്? പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നീ ജീവിക്കണം. അവൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വീട് വെഞ്ചരിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, വീട് വെഞ്ചരിപ്പാ, നിനക്ക് സ്ഥലമൊക്കെ എടുത്താൽ? അച്ഛൻ സ്ഥലവും എടുത്തു, വീടും വെച്ചു. അച്ഛൻ വന്ന് വെഞ്ചരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വരുത്തില്ല, നിങ്ങൾ ആദ്യം വികാരിച്ചതിനല്ല എൻ്റെ ചാർജ്. പുള്ളിക്കാരനെ വിളിച്ച് വെഞ്ചരിക്കുക, ഞാൻ ആ വഴിക്ക് പോണ വശത്ത് കയറിക്കൊള്ളാമെന്ന് പറയും. ഞാൻ ചെന്നപ്പോൾ ഒരു അടിപൊളി സൂപ്പർ വീട്. ആര് കൊടുത്തതാണ്? ദൈവം കൊടുത്തതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഈടറിവിൽ വന്നു പോയില്ല, എല്ലാം തകർന്നല്ലോ എന്നൊരിക്കലും പറയത്തില്ല. കാര്യം ദൈവം നിങ്ങളുടെയൊക്കെ ഒന്ന് പോയാൽ മാത്രമേ നമുക്ക് തകർച്ച ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു മകനെ വണ്ടി ഇടിച്ച് മരിച്ച് 21 വയസ്സുകാരന് എല്ലാം തകർന്ന എന്നിട്ട് ഇല്ല. അമ്മച്ച് സാക്ഷ്യം പറയുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടെ ഒട്ടി നിന്നതിൽ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയതിൽ, ദൈവത്തിൻ്റെ അറിയാത്ത ആഹാരമാകുന്ന ദൈവത്തിൻ്റെ തിരുമനസ്, അതല്ലേ എന്താണ് യോഹന്നാൻ 4:34 എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന്. അപ്പോൾ അതിനെയല്ലേ ഈശോ പറയണത് 15:14 ഉറക്കത്തെ താഴത്തിൽ ഈശോ പറഞ്ഞതല്ലേ, മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് എൻ്റെ പിതാവിൻ്റെ മേശയിൽ നവമായി ഇത് പാനം ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. പിതാവിൻ്റെ മേശ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യ മേശ അല്ല, കുരിശാണ് ആ മേശ. മുന്തിരിയുടെ ഫലമെന്ന് പറഞ്ഞാൽ കർത്താവിന് പീഡാസകരത്തിൻ്റെ വിശുദ്ധ രക്തം ചിന്തനാണ് വിഷയം. അതും പിതാവിൻ്റെ ഇഷ്ടമാണ്. ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമെന്നാണ്. എൻ്റെ ആഹാരം അതാണെന്നാണ് പറയണത്. അതിന് ഈ മർക്കോസിൻ്റെ 4:15 യോഹന്നാൻ്റെ 4:34 ബന്ധം. എന്താണ്? മുന്തിരിയുടെ ഫലം. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും
ഗെത്സെമനയിലെ പ്രാർത്ഥന ഫലിക്കത്തില്ലെന്ന്. വ്യക്തമല്ലേ? ഗെത്സെമനിലെ പ്രാർത്ഥന സോഹ, ഫലിക്കത്തില്ല എന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാകും. ഈശോയ്ക്ക് മനസ്സിലായി. അതായത് മുന്തിരിയുടെ ഫലം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫേവേഴ്സാണ്. മുന്തിരിച്ചാറല്ലേ ഈശോയിലെ വെള്ളം വീഞ്ഞാക്കണത്. അപ്പം അതെന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. ഈ ഭൗതിക അനുഗ്രഹം എന്ന് പറയണത്, പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അതൊരു ഭൗതിക അനുഗ്രഹമായിട്ട് യേശുവിൻ്റെ മരണത്തിൽ നിന്നുള്ള വിമോചനമായ ഫിസിക്കൽ ഫേവേഴ്സായ ഭൗതിക അനുഗ്രഹമാണ്. അത് വർക്ക് ചെയ്യത്തില്ലെന്ന് നമുക്ക് കർത്താവ് ഒടുക്കത്തെ അത്താഴത്തിൽ പ്രാർത്ഥനയ്ക്ക് മനസ്സിലാകും. ഈ മുന്തിരിയുടെ ഫലം 14:25 മർക്കോസിൻ്റെ 14:25 ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പിതാവിൻ്റെ മേശയിൽ നവമായി പാനം ചെയ്യുന്നവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. ദാറ്റ് മീൻസ് അപ്പം തന്നെ മനസ്സിലാകും പിതാവിൻ്റെ ആഹാരമാണ് കഴിക്കാൻ പോകുന്നതെന്ന്. ഇതേതാണ്? ഇത് യോഹന്നാൻ്റെ 4:34. എന്താണ് ഞാൻ 4:34 പറയണത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പോൾ ഈ മുന്തിരിയുടെ ഫലം, പിതാവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കാൻ പോകുന്ന മുന്തിരിയുടെ ഫലം എന്താണ്? പിതാവിൻ്റെ ഇഷ്ടമാണ്. അതെന്താണ്? കുരിശുമരണമാണ്. അപ്പോൾ കുരിശുമരണത്തിന് കർത്താവ് ഒടുക്കത്തെ അത്താഴത്തിൽ വെച്ച് തന്നെ അതിനെ ഈശോ സ്വീകരിക്കുന്നുണ്ട്. കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ ക്ലേശങ്ങളെയും ദൈവനാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നീ സുവിശേഷത്തിന് സാക്ഷിയാകണത്. കൈയ്യടിച്ച് കർത്താവ്